എല്ലാവർക്കും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് പ്രഷർ കുക്കറിൽ ചെയ്തെടുത്ത ഒരു നെച്ചോറാണ്. വളരെ ടേസ്റ്റിയാണ്. ഇതിനുള്ള ടിപ്സ് ഫുൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ ഈസി ആയിട്ടൊരു പ്രഷർ കുക്കറിൽ മിനിറ്റുകൾക്കകം ചോറ് തയ്യാറാക്കിയെടുക്കാമെന്ന്. ഇതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ്. നമുക്ക് ബസ്മതി റൈസും എടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല രീതിയിൽ കഴുകി നമുക്ക് കുതിർക്കാൻ അനുവദിക്കാം. 10 മുതൽ 15 മിനിറ്റ് വരെ കുതിർക്കാം. ഇനി സ്പൈസസ് ഏലം, തക്കോലം, കുരുമുളക്, ഗ്രാമ്പു, പട്ട ഒക്കെ എടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളി, 1 ടീസ്പൂൺ ചതച്ച ഇഞ്ചി, 1 സവാള അരിഞ്ഞത്, 4 ടീസ്പൂൺ നെയ്യ്, കുറച്ച് കാഷ്യൂ നട്ട്സ്, പിന്നെ കുറച്ച് നാരങ്ങാനീര്. ഇത്രയാണ് ചേരുവകൾ. പ്രഷർ കുക്കറിൽ നമുക്ക് 1 സ്പൂൺ മുതൽ 1.5 സ്പൂൺ വരെ നെയ്യ് ഇട്ടിട്ട് സ്പൈസസും കാഷ്യൂ നട്ട്സും ഇഞ്ചി വെളുത്തുള്ളിയും നല്ല രീതിയിൽ വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം മാത്രം നമ്മൾ സവാള ചേർക്കുക. സവാളയുടെ നിറം മാറരുത്. മാറിക്കഴിഞ്ഞാൽ നെച്ചോറിൻ്റെ നിറം മാറും. ഇനി നമുക്കിവിടെ വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുന്ന കണക്ക്. ഞാനിവിടെ 3 ഗ്ലാസ് അരി എടുത്തുകൊണ്ട് 4.5 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം, നാരങ്ങാനീര് ചേർക്കാം. നാരങ്ങാനീരിന് 3 ഗുണങ്ങളാണുള്ളത്. ഒന്ന് ഫ്ലേവർ തരും, ഒന്ന് ചോറ്, രണ്ടാമത്തത് ചോറ് ഒന്നിനോടൊന്ന് ഒട്ടത്തില്ല, മൂന്നാമത്തത് തൂവെള്ള ചോറ് കിട്ടും. ഇനി നല്ലോണം വെട്ടിത്തിളച്ചു വെള്ളം. നമുക്ക് ഊറ്റിയെടുത്ത അരി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. വളരെ ശ്രദ്ധിക്കണം, ഊറ്റിയെടുത്ത അരിയിൽ ഒരു അല്പം പോലും വെള്ളം പാടില്ല. കാരണം കറക്റ്റ് വെള്ളമാണ് പ്രഷർ കുക്കറിൽ നമ്മൾ വേവിക്കുമ്പോൾ എടുക്കേണ്ടത്. ഇനി 1 സ്പൂൺ നെയ്യും കൂടെ ഇട്ട് നമുക്ക് പ്രഷർ കുക്കർ അടയ്ക്കാം. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ 4 മുതൽ 5 മിനിറ്റ് വരെ ഒരു വിസിൽ വരും. മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ 8 മുതൽ 10 മിനിറ്റ് വരെ ഒരു ഫ്ലെയിം വരും. ഒരു വിസിൽ വരും. അഥവാ വിസിൽ വന്നില്ല എങ്കിലും 10 മിനിറ്റിൽ നിങ്ങൾ ഓഫ് ചെയ്യണം. കാരണം അതാണ് 10 മിനിറ്റാണ് ഒരു പ്രഷർ കുക്കറിൽ അരി വേവുന്നതിൻ്റെ സമയം, ബസ്മതി അരി വേവുന്നതിൻ്റെ സമയം. ഇനി ലാസ്റ്റ് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ നെയ്യ് ചേർത്ത് പതുക്കെ ഉടയാതെ ഒന്ന് യോജിപ്പിക്കുക. നോക്കിയേ, ഒരു റൈസ് പോലും ഒന്നിനോടൊന്ന് ഒട്ടിയിട്ടുമില്ല, കറക്റ്റ് വെന്തിട്ടുണ്ട്. ഇനി താഴെ ഒന്ന് നോക്കിക്കേ നിങ്ങൾ, ഒരല്പം പോലും അടുക്കി പിടിച്ചിട്ടുമില്ല. അപ്പം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഈ നെച്ചോറ് ഇവിടെ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഒന്നിനൊന്നും ഒട്ടിയിട്ടില്ല, പിന്നെ അതുമല്ല കറക്റ്റ് വെന്തും വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് റൈസ് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രഷർ കുക്കറിൻ്റെ താഴ്ഭാഗം വരെ നല്ല കറക്റ്റായിട്ടാണ് വെന്ത് വന്നിട്ടുള്ളത്. നമുക്കിനി ഇത് ഗാർണിഷ് ചെയ്യാം. അതിനായി ഞാൻ കുറച്ച് ടിഷ്യൂലൊന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് സവാള. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അംശം വരത്തില്ല. ഇനി നമുക്ക് സവാളയെല്ലാം നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വറുത്തെടുക്കാം. ഒരു കളറിന് വേണ്ടിയാണ് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് വറുത്തെടുക്കുന്നത്, അതും വറുത്തെടുക്കാം. ഇനി നമുക്ക് കാഷ്യൂ നട്ട്സാണ് ആവശ്യം. ഗോൾഡൻ ബ്രൗൺ കളറിൽ കാഷ്യൂ നട്ട്സ് വറുത്ത് കോരുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിസ്മിസും വറുത്ത് കോരണം. കിസ്മിസും വറുത്ത് കോരിയതിന് ശേഷം പച്ചമുളക് ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്ത് കോരി, പക്ഷെ വളരെ സൂക്ഷിക്കണം, പൊട്ടരുതേ, പച്ചമുളക് പൊട്ടും. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. നല്ല രസമായിരിക്കും ഇതിൻ്റെ അപ്പിയറൻസ്. കാരണം ഇത് ക്യാരറ്റൊക്കെ ഓറഞ്ച് കളറ്. കുറച്ച് തൈര് ചെയ്യാം നമുക്ക്. പെട്ടെന്ന് കുറച്ച് തൈരും ചെയ്ത് പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഈ റൈസ് നമുക്ക് വെറും തൈരും പപ്പടവും അച്ചാറും കൂട്ടി കഴിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മുട്ടക്കറിയും കൂട്ടി മുട്ട റോസ്റ്റും കൂടെ കഴിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ബീഫ് റോസ്റ്റുമായിട്ട് കഴിക്കാം. മുട്ട റോസ്റ്റിൻ്റെയും ബീഫ് റോസ്റ്റിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ചേർക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.